ഇപ്പോൾ നമ്മൾ ഹജ്ജ് വേളയിലാണ്. ഹജ്ജിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഹാജിമാർ ഭൂരിഭാഗം പേരും അവിടെ എത്തിക്കഴിഞ്ഞു. ഹജ്ജിന് ഹാജിമാർ അവിടെ ചെയ്യുന്ന കർമ്മങ്ങൾ തുടക്കം മുതൽ ഒടുക്കം വരെ ചെറിയൊരു വിശദീകരണമാണ് ഈ ഖുത്ബയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. അതുമാത്രമല്ല, ഈ പള്ളിയിൽ ഈ ഖത്തീബായി ഇവിടെ നിന്ന് ഉനൈസ് പാപ്പിനിശ്ശേരി 30ഓളം ആളെ സൗദി ഗവൺമെൻറ് പ്രത്യേകമായി കൂട്ടിക്കൊണ്ടുപോയപ്പോൾ നിങ്ങളുടെ ഖത്തീബ് ഉനൈസ് കൂടി അതിൽ പെട്ടു എന്നുള്ളത് നമ്മൾ സന്തോഷിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉനൈസിനും അതുപോലെ അവരുടെ കൂട്ടുകാരികൾക്കും ലോകത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്ന് ഹജ്ജ് കർമ്മങ്ങൾക്ക് ആൾക്കാർ പോയിട്ടുണ്ട് അവർക്കൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല സൽക്കർമ്മങ്ങൾ ഹജ്ജ് കർമ്മങ്ങളെല്ലാം പൂർണ്ണമായി ചെയ്ത് യാതൊരു പ്രയാസവും ബുദ്ധിമുട്ടും കൂടാതെ തിരിച്ചു വരുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാനിവിടെ ഓതിവെച്ച ആയത്ത് അൽ ഹജ്ജു അഷ്ഹുറും മഅലൂമാത്ത്, ഹജ്ജ് എന്നുള്ളത് അറിയപ്പെട്ട മാസങ്ങളാവുന്നു. ഫമം ഫറദ, ആരെങ്കിലും ഫറലാക്കിയാൽ ഹജ്ജിനെ ഒരാൾ ഫറലാക്കിയാൽ ഫീഹിൻ അതിൽ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്, 3 കാര്യം ഉണ്ടാകാൻ പാടില്ല. റഫസ് ഉണ്ടാകാൻ പാടില്ല, ഫുസൂഖ് ഉണ്ടാകാൻ പാടില്ല, ജിദാൽ ഉണ്ടാകാൻ പാടില്ല. എന്താണ് ഈ 3 കാര്യങ്ങൾ? റഫസ് എന്ന് പറയുമ്പം സ്ത്രീകളുമായുള്ള ബന്ധം എല്ലാ നിലക്കും ബന്ധം മാത്രമല്ല, എല്ലാ ബാഹ്യ ക്രീഡകളും ചുംബനം പോലുള്ള കാര്യങ്ങളൊന്നും അവിടെ അനുമതിയല്ല. ഫുസൂഖ, തോന്നിയ വാസം, അള്ളാഹുവിൻ്റെ ഭവനമാണിതെന്നും അവിടെയെല്ലാം നല്ല ചിട്ടയോടും അച്ചടക്കത്തോടെയും കഴിയണമെന്നും ചിന്തിക്കാതെ എല്ലാ തോന്നിയവാസം പ്രവർത്തിക്കുന്നവനാണെങ്കിൽ ആ ഹജ്ജ് കൊണ്ട് കാര്യമില്ല. അതുപോലെ തന്നെ ജിദാൽ, വേണ്ടുന്നതിനും വേണ്ടാത്തതിനൊക്കെ തർക്കമുണ്ടാക്കി പോയ ഹാജിമാരുടെ കൂട്ടത്തിൽ പല പ്രയാസങ്ങളും സംസാരം കൊണ്ടും വാക്കുകൊണ്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഹജ്ജ് കൊണ്ടും വലിയ രക്ഷയൊന്നുമില്ല. അതാണ് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, മൻ ഹജ്ജ ഫലം യർഫുസ് വലം യഫ്സുഖ്, ഏതെങ്കിലും ഒരാൾ ഹജ്ജ് ചെയ്താൽ സ്ത്രീ സംഗമോ തോന്നിയാസമോ പ്രവർത്തിക്കാതെ ഹജ്ജ് ചെയ്താൽ ഗുഫിറ ലഹു മാ തഖദ്ദം മിൻ ദംബി, കഴിഞ്ഞ പാപങ്ങൾ മുഴുവൻ അല്ലാഹു പുറത്തു കൊടുക്കും. മാത്രമല്ല മറ്റൊരിടത്തിൽ പറഞ്ഞത് കയൗമി വലദത് ഉമ്മു, അവൻ്റെ ഉമ്മ പ്രസവിച്ചാൽ എത്രമാത്രം ശുദ്ധനായിട്ടാണോ ഈ ഭൂമിയിലേക്ക് വരുന്നത് അത്രയും ശുദ്ധിയോടുകൂടിയായിരിക്കും അവൻ തിരിച്ചു വരുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ ചോദിച്ചു, യാ റസൂലല്ലാഹ്, സ്ത്രീകളായ നമ്മൾക്ക് ധർമ്മയുദ്ധം ചെയ്യാൻ വല്ലാതെ ആഗ്രഹമുണ്ട്. ആണുങ്ങൾക്ക് മാത്രം പോരല്ലോ, നമ്മൾക്കും ധർമ്മസമരത്തിൽ പങ്കെടുക്കണം. അപ്പോൾ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, എന്താ അറിയോ, അഫ്ളൽ മിൻ ജിഹാദ് ഫി സബീല ഹജ്ജൻ മബ്റൂർ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആ ജിഹാദിനേക്കാളും അഫ്ളലായിട്ടുള്ള എന്താ, സ്വീകാര്യമായ ഹജ്ജാകുന്നു എന്ന് പറഞ്ഞാൽ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. ഹജ്ജ് ചെയ്യണം. അപ്പോൾ ഹജ്ജ് കർമ്മങ്ങൾ ചെയ്യണം എന്നുള്ളത് എല്ലാവർക്കും അത്യാവശ്യമാണ്. 3 കാര്യം ഒത്തുവരികയാണെങ്കിൽ ഹജ്ജ് കർമ്മം നിർബന്ധമാണ്. അതായത് ഒന്ന്, ഹലാലായ സമ്പാദ്യം വേണം. രണ്ടാമത്, പോകാനുള്ള വഴി ഒരുങ്ങണം, വഴിയിൽ പ്രശ്നങ്ങളുണ്ടാകാൻ പാടില്ല. 3, ആരോഗ്യം വേണം. ഈ 3ഉം ഒത്തിണങ്ങിയ ഒരാൾ ആണെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും ഹജ്ജ് പിന്തിപ്പിക്കാൻ പാടുള്ളതല്ല. അങ്ങനെ പിന്തിപ്പിച്ച് ഏതും കാരണവശാലും ഇവിടുന്ന് മരണപ്പെട്ടു പോയാൽ അള്ളാഹുവിനോട് നമ്മൾ കാരണം പറയേണ്ടി വരും. മറ്റുള്ള കാരണങ്ങൾ, ഇപ്പം പ്രായപൂർത്തിയായ മക്കളുണ്ടെങ്കിൽ ചിലപ്പോൾ ഉമ്മമാർ ഭാര്യമാർ എതിർക്കും, നിങ്ങളത് എവിടെയാണ് പറയുന്നത്, പ്രായപൂർത്തിയായ മകളുടെ കാര്യങ്ങൾ നിങ്ങളെ ബാധ്യതയല്ലേ, ആ ബാധ്യത തീർത്തിട്ട് പോലെ ആ ബാധ്യത പാടില്ല, അത് തെറ്റാണ് പറയുന്നത്. 3 കാര്യം ബാധ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളൂ. കയ്യിൽ സമ്പത്ത് വേണം, ഹലാലായ സമ്പാദ്യം, അന്യൻ്റെ പിടിച്ച് പറിച്ചതോ ഭൂമി തട്ടിപ്പറിച്ചതോ അതുപോലെ തന്നെ പലിശ ഇനത്തിലുള്ളതോ ഒന്നും പാടില്ല. ഹലാലായ സമ്പാദ്യം എൻ്റെതാണെന്ന് അവകാശപ്പെടാൻ പറ്റുന്ന സമ്പാദ്യം വേണം. മറ്റുപോലുള്ള വാഹന യാത്രാ സൗകര്യങ്ങൾക്കറിയാം. ഇപ്രാവശ്യം യുദ്ധസമാനമായ കാര്യങ്ങളൊക്കെ നടന്നപ്പോൾ ഹാജിമാർ ഭയപ്പെട്ടു പോയി, നമുക്ക് പോകാൻ പറ്റുമോ, ഹജ്ജും പാകിസ്ഥാനും ഇന്ത്യയും നടന്നപ്പോൾ. പക്ഷേ അൽഹംദുലില്ലാഹ് ഒക്കെ നീങ്ങിപ്പോയി. അതുപോലെ ആരോഗ്യം വേണം, കിടപ്പ് രോഗിയാണ്, എണീക്കാൻ കഴിയില്ല, എങ്ങനെ ഹജ്ജ് ചെയ്യുക? അപ്പോൾ ഇതൊക്കെ ഒത്ത് വന്ന ഹജ്ജ് നിർബന്ധമാണ്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞാൽ ഈ ആയത്തിൽ വമാ തഫ്അലു മിൻ ഖൈരിൻ യഅലമുല്ലാഹ്, നിങ്ങൾ വല്ല ഖൈറും ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിനെ നന്നായി അതറിയാൻ കഴിയും. വതസവ്വദു, നിങ്ങൾ യാത്രാ സാമാനങ്ങൾ കരുതണം, ഹജ്ജിന് പോകുമ്പോൾ കരുതണം, ഭക്ഷണ വിഭവങ്ങളൊക്കെ കഴുകണം. ഖൈറ സാദി തഖ്വ, അതായത് നിങ്ങൾ ഏറ്റവും കൂടുതൽ നന്നായി കരുതേണ്ടത് തഖ്വയാവുന്ന ഭക്ഷണമാകുന്നു. വത്തഖൂനി, നിങ്ങൾ എന്നെ സൂക്ഷിക്കുക, യാ ഉലിൽ അൽബാബ്, ബുദ്ധിമാന്മാരെ എന്നും പറഞ്ഞാണ് ആയത്ത് അവിടെ അവസാനിപ്പിക്കുന്നത്. ഹജ്ജിൻ്റെ വിഷയത്തിൽ നമ്മളിപ്പോൾ ഹാജിമാർ 3 രീതിയിലാണ് ഹജ്ജ് ചെയ്യുക. ഹജ്ജിൻ്റെ രീതികൾ 3ആണ്. ഒന്ന് ഖിറാനാണ്, ഒന്ന് ഇഫ്രാദാണ്, മറ്റൊന്ന് തമത്തുആണ്.
ഇഫ്രാദ് എന്ന് പറയുമ്പോൾ ഹജ്ജിന് മാത്രം വന്ന് ഹജ്ജിന് മാത്രം നിയത്ത് ചെയ്ത് ഹജ്ജ് കഴിഞ്ഞ് പോകുന്ന ആൾക്കാർക്കാണ് ഇഫ്രാദ് പറയുക. അതായത് ഹജ്ജിൻ്റെ ആ സമയമാകുമ്പോൾ എന്ന് പറഞ്ഞാൽ ചിലപ്പം അവർ മീനയിൽ വരെ ഉണ്ടാവില്ല. അറഫൻ്റെ അന്ന് 9-ൻ്റെ അന്ന് വന്ന് അറഫയിൽ 1 മണിക്കൂർ നേരം സ്വീകരിച്ച് ഉടനെ വന്ന് 2, 3, 4 ദിവസം കൊണ്ട് ഹജ്ജ് തീർത്ത് തിരിച്ചു പോകുന്ന വലിയ വലിയ ബിസിനസ്സുകാരൊക്കെയാണ് ഹജ്ജ് ചെയ്യുക. അങ്ങനത്തെ ഹജ്ജ് ചെയ്യുക. സമയം ഉണ്ടാവില്ല അവർ. അറഫയിൽ 1 മണിക്കൂറെങ്കിലും ഒരാൾ നിന്നാൽ ഹജ്ജായി. ബാക്കിയുള്ളതിനൊക്കെ നമുക്ക് പരിഹാരമുണ്ട്. അറഫയില്ലെങ്കിൽ ഹജ്ജില്ല. ഉംറയും ഹജ്ജും തമ്മിലുള്ള വ്യത്യാസം അറഫയാകുന്നു. അപ്പോൾ അറഫയിൽ നിൽക്കുന്ന ഒരു ഹാജി ഏറ്റവും അവസാനമായി ഓടിച്ചാടി വന്ന് ഹജ്ജ് ചെയ്ത് പോകുന്ന 4 ദിവസത്തെ ഹജ്ജുകാരുണ്ട്. 9-ന് അറഫയിൽ 10-നും 11-നും 12-നും കല്ലെറിഞ്ഞ് അങ്ങ് പോകും. 4 ദിവസം കൊണ്ട് തീർക്കും, പ്രശ്നമില്ല. അതിനാണ് ഇഫ്രാദ് എന്ന് പറയുക. പിന്നെ ഖിറാനാണ്. ഖിറാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹജ്ജിനും ഉംറക്കും ഇപ്പോൾ സാധാരണ ബാച്ചിലേഴ്സൊക്കെ പോകുമ്പം ഹജ്ജിന് ദുൽഹജ്ജ് 8-ൻ്റെ അന്ന് ഇഹ്റാമിലേക്ക് വന്ന് അവിടെ ഉടനെ തന്നെ ഉംറയും കഴിഞ്ഞ് നേരെ തർവിയത്തിൻ്റെ ദിനമായ മീനയിലും മറ്റും പങ്കെടുത്ത് ഹജ്ജും ഉംറയും ഒന്നിച്ച് നിർവഹിക്കുന്ന അവസ്ഥക്കാണ് എന്ത് പറയുക, ഖിറാൻ എന്ന് പറയുക. മൂന്നാമത്തത് തമത്തു എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹജ്ജ് ചെയ്തത് തമത്തു ആയിട്ടാണ്. തമത്തു മീൻസ് പറഞ്ഞാൽ തമത്തുവിൻ്റെ അർത്ഥം സുഖം കൊള്ളുക, സുഖം അനുഭവിക്കുക. സുഖം അനുഭവിക്കുന്ന സ്ത്രീയുമായിട്ടുള്ള സുഖം അനുഭവിക്കുന്നതാണ് ഈ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാധാരണ കുറേ നേരത്തെ കുടുംബസമേതം പോകുന്ന ആൾക്കാർ അവർ ആദ്യം ഉംറ പോയി, ഉംറ കഴിഞ്ഞ് പിന്നെ സാധാരണ എല്ലാ വസ്ത്രവും അഴിച്ചു മാറ്റി സാധാരണ മക്ക നിവാസികളെ പോലെ ഭാര്യയും ഭർത്താവ് ജീവിതം സ്വന്തമായി അന്തസ്സായി കഴിഞ്ഞുകൂടുകയാണ്. എല്ലാ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളും നടക്കും അവിടെ ഹജ്ജ് ഹറാമിലെല്ലാവരും. അപ്പോൾ ഹജ്ജിൻ്റെ ആ ദുൽഹജ്ജ് 8-ൻ്റെ അന്ന് ആ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് വീണ്ടും കുളിച്ച് ശുദ്ധിയായിട്ട് വീണ്ടും അവർ ഇഹ്റാമിലേക്ക് പ്രവേശിച്ച് ഹജ്ജ് ചെയ്യുന്നതിനാണ് തമത്തു എന്ന് പറയുക. ഈ തമത്തു ചെയ്യുന്ന ആൾ ചെയ്യുന്ന ഒരു കാര്യം സൂറത്തിൽ പരിശുദ്ധ ഖുർആനിൽ 196-ാമത്തെ ആയത്തിൽ അറിയും പറയുന്നുണ്ട്. ഫമൻ തമത്തഅ ബിൽ ഉംറതി ഇലൽ ഹജ്ജ് ഫമസ്തൈസറ മിനൽ ഹദി ഫമൻ ലം യജിദ് ഫസിയാമു 3 അയ്യാമിൻ ഫിൽ ഹജ്ജ് വസബഅത്തിൻ ഇദാ റജഅതും തിൽക 10 കാമില ذلك لمن لم يكن أهله حاضر المسجد الحرام واتقوا الله واعلموا أن الله شديد العقاب. ഈ തമത്തുവായി ഹജ്ജ് ചെയ്യുന്ന ആൾക്കാർക്ക് മൃഗത്തിന് ബലിയാണ്ട് അർപ്പിക്കേണ്ടതുണ്ട്, ആടായാലും മതിയാം. അപ്പോൾ ഇവിടെ അള്ളാഹു കൊടുക്കുന്ന ഒരു പരിഹാരം, ചിലപ്പം തമത്തുവായി ഹജ്ജ് ചെയ്യുന്ന ആൾക്ക് വന്ന ആൾക്ക് ബലി അറക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല എന്ന് വെച്ചാൽ അദ്ദേഹം ചെയ്യേണ്ടത് എന്താണ്, ആ ഹജ്ജ് ദിവസത്തിൽ അതായത് ദുൽഹജ്ജ് 10-ൻ്റെ മുമ്പായി 3 നോമ്പ് അവിടെ എടുക്കണം. തിരിച്ചു വന്ന് നാട്ടിൽ വന്നാൽ 7 നോമ്പും എടുത്താൽ അതിന് പകരമായി. ഇതാണ് 3 രീതി. അങ്ങനെ ഹജ്ജിന് പോകുന്ന ഹാജിമാർ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ഹജ്ജത്തൻ ഉംറത്തൻ, അല്ലെങ്കിൽ ഉംറ മാത്രമാണ് ലബ്ബൈക ഉംറത്തൻ നാവുകൊണ്ട് ഉച്ചരിക്കണം, നിയ്യത്ത് മനസ്സിൽ കരുതിയാൽ പോരാ. ഇതാണ് ഹാജിമാർ ചെയ്യുന്നത്. അങ്ങനെ ഹജ്ജിലേക്ക് പ്രവേശിച്ച ഹാജിമാർ പിന്നെ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ ലക വൽ മുൽക്ക് ലാ ശരീക ലക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. ഈ തൽബിയത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേ പോകണം. അതാണ് 4000 വർഷം മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയോട് പറഞ്ഞത്. ഇബ്രാഹിം നബിയോട് പറഞ്ഞു ഹജ്ജിന് ആളെ വിളിക്കണം. സൂറത്ത് ഹജ്ജിൽ ആയത്ത് കാണാം, വദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ അലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. 4000 വർഷം മുമ്പ് ഇബ്രാഹിം നബിയോട് ആ മരുഭൂമിയിൽ വെച്ച് പറഞ്ഞു, നബിയെ നിങ്ങൾ ഹജ്ജിന് വേണ്ടി ആളെ വിളിക്കൂട്ടാം. പറഞ്ഞു, ഞാൻ ഈ ഇത്രയും ദൂരത്ത് ഈ മണ്ണിൽ ഈ മരുഭൂമിയിൽ ഞാൻ വിളിച്ചാൽ ആരാണ് കേൾക്കുക? അപ്പോൾ പറഞ്ഞു, വിളിക്കരുത്, ഈ വിളിക്കുക, കേൾപ്പിക്കേണ്ട പണി എൻ്റെതാണ്. പറഞ്ഞതുപോലെ തന്നെ 4000 വർഷങ്ങൾക്ക് ശേഷവും ലക്ഷങ്ങളായി. ഇപ്പോൾ കഴിഞ്ഞ ഉംറ റമദാനിൻ്റെ സമയത്തൊക്കെ 38 ലക്ഷം ജനങ്ങളാണ് അവിടെ വന്ന് കൂടിയിരിക്കുന്നത്. ഇപ്പോഴേ ഏകദേശം 38-40 ഈ വരും. ഈ സമയത്തൊക്കെ ഈ ഇബ്രാഹിം നബീൻ്റെ വിളികൾ കേട്ട് ഉത്തരം ചെയ്യാൻ വേണ്ടി വന്ന ഹാജിമാർ എന്താ പറഞ്ഞാൽ, വദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ഹജ്ജിന് വിളിക്കണം. അലാ കുല്ലി യതൂക റിജാലൻ അലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. മെലിഞ്ഞ ഒട്ടകങ്ങളിലും മൃഗങ്ങളിലും ദൂരപ്രദേശങ്ങളിലും കാൽനടയായ വാഹനങ്ങളിലും അവർ വരും എന്ന് പറഞ്ഞത് ഇന്ന് നടപ്പിലായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഹജ്ജിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഹാജി ആദ്യമായി നിയത്തും ചെയ്ത് ഈ കാര്യത്തിൽ മസ്ജിദ് ഹറാമിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ ചെയ്യേണ്ടത് എന്താ, ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സാധാരണ മറ്റുള്ള പള്ളികളിൽ അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി എന്നുകൂടി എക്സ്ട്രാ അവിടെ പറയണം. ഉഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്ന് പറഞ്ഞ ഹാജി
അവിടേക്ക് പ്രവേശിക്കുമ്പോൾ നേരെ പോയി തവാഫാണ് ചെയ്യേണ്ടത്. തവാഫ് ചെയ്യുമ്പോൾ അവർ പാലിക്കുന്നത് എന്താ? ഫസ്റ്റിൽ അവർ ചെയ്യുന്നത് എന്താ? മസ്ജിദുൽ ഹറാമിൻ്റെ മൂലക്കല്ലായ ഹജറുൽ അസ്വദിൻ്റെ നേരെ അവിടെ നിൽക്കണം. അങ്ങനെ അവിടെ നിന്ന് ആദ്യമായി അവർ തവാഫാണ് ചെയ്യുക. മറ്റ് സാധാരണ പള്ളികൾ തഹിയ്യത്ത് നിസ്കാരമാണ് ഉണ്ടാകുക. അവിടെയാണെങ്കിൽ പള്ളിയിൽ ഹാജിമാർക്ക് പ്രത്യേകിച്ചും കയറിയ ഉടനെ അവർക്ക് തവാഫാണ് ചെയ്യേണ്ടത്, നിസ്കരിക്കുകയല്ല വേണ്ടത്. അവിടെ പോയി നിൽക്കുന്ന ഹാജി ഹജറുൽ അസ്വദിൻ്റെ അവിടെ നിന്ന് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഹജറുൽ അസ്വദിനെ ചുംബിക്കണം. അതിന് ചുംബിക്കാൻ സാധിക്കുന്നെങ്കിൽ തൊടണം. ഇത് രണ്ടും ഒപ്പം സാധിക്കും തോന്നുന്നില്ല. മൂന്നാമതായി ചെയ്യേണ്ടത് വലത് കൈകൊണ്ട് ആംഗ്യം കാണിച്ച് അല്ലാഹു അക്ബർ എന്നും പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് തവാഫ് ചെയ്യുക. അതുകൂടാതെ അല്ലാഹുമ്മ ഈമാനം ബിക വ തസ്ദീഖൻ ബി കിതാബിക വ വഫഅൻ ബി ഹദിക വത്തബിൻ സുന്നത നബിക എന്നും കൂടി പറയാൻ സുന്നത്തുണ്ട്. എന്നാ പറഞ്ഞത്? അല്ലാഹുവേ, നിന്നിൽ വിശ്വസിച്ചുകൊണ്ട്, നിന്റെ വേദഗ്രന്ഥത്തിൽ വിശ്വസിച്ചുകൊണ്ട്, അതുപോലെ തന്നെ നിന്നുള്ള കരാറ് പാലിച്ചുകൊണ്ട് നിന്റെ റസൂലുള്ളാഹിയുടെ സുന്നത്തിനെ അനുസരിച്ചുകൊണ്ട് ഞാനിതാ തവാഫിലേക്ക് പോകും. തവാഫിലേക്ക് പോകുന്ന ഹജിമാർ ആണുങ്ങളാണെങ്കിൽ ആദ്യത്തെ 3 നടത്തം റംലി നടത്തമാണ് നടക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ കുറച്ചൊരു തുള്ളി കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുള്ള നടത്തം. സ്ത്രീകൾക്ക് ആവശ്യമില്ല. അങ്ങനെ ആ നടക്കുന്ന ഹാജിമാർ റുക്കുനിൽ യമാനി മുതൽ ഹജറുൽ അസ്വദ് വരെയുള്ള ഭാഗങ്ങൾ എത്തുമ്പോൾ പരിശുദ്ധ ഖുർആനിൽ 200-201 ആയത്തിൽ പറഞ്ഞതുപോലെ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ എന്ന് പറയണം. സുന്നത്താണ്. പക്ഷെ നമ്മൾ പറയാൻ വരുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഹജ്ജിൽ പറയലായിട്ട് കാര്യമായിട്ടൊന്നുമില്ല. ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഹജ്ജ് ശരിയാവും. ആകെ നിയത്ത് മാത്രമായതുകൊണ്ട് ഉച്ചരിച്ചാൽ മതി. ബാക്കിയൊക്കെ ഈ പറയുന്നതൊക്കെയും സുന്നത്തുകളാണ്. ചെയ്യുന്ന കർമ്മങ്ങൾ ഓരോ ചെല്ലേണ്ടടുത്ത് ചെല്ലിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച പ്രതിഫലം നമുക്കത് തരും. അങ്ങനെ ഒരു വട്ടം ഹജറുൽ അസ്വദിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്ക് ഒരു തവാഫായി. അങ്ങനെ 7 തവണ തവാഫ് ചെയ്യുന്ന ഹാജി ആ തവാഫ് പൂർത്തിയാകുന്നതോടുകൂടി ഇബ്രാഹിം മക്കാമിൻ്റെ അടുത്ത് നിസ്കാരമാണ്. അതാണ് പരിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ ആയത്ത്. സൂറത്തുൽ ബഖറയിൽ 125-ാമത്തെ ആയത്ത് പറഞ്ഞു വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല. അതായത് ഇബ്രാഹിം നബിൻ്റെ ആ മക്കാമ് നമസ്കാര സ്ഥലമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ ഹാജി 7 തവാഫ് ചെയ്ത് കഴിഞ്ഞ ഉടനെ അവിടെ ചെന്ന് 2 റക്അത്ത് നമസ്കാരം. ഒന്നാമത്തേൽ ഫാത്തിഹ കുലിയായിൽ കാഫിറൂൻ, 2-ാമത്തേൽ ഫാത്തിഹ സൂറത്തുൽ ഇഖ്ലാസ്. ഇത് കഴിയുന്നതോടുകൂടി അവിടെ അവസാനിക്കുകയാണ്. അതുപോലെ ഈ തവാഫിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ ഉമർ ഖത്താബിൻ്റെ കാലത്ത് മസ്ജിദ് ഹജറുൽ അസ്വദിൻ്റെ ഇങ്ങനെ ചുറ്റുമ്പോൾ ബിംബാരാധകർ ചിലപ്പം പറയാൻ സാധ്യതയുണ്ട്. എന്താ പറയുക? മുസ്ലിങ്ങളാണെങ്കിൽ ബിംബങ്ങളെ ആരാധിക്കാൻ പാടില്ല, ബിംബങ്ങളെ ആരാധിക്കരുതൊക്കെ പറയുന്നു. ഈ കല്ലിനെയാണ് ഇവർ ആരാധിക്കുന്നത് എന്ന് പറയാൻ വരാതിരിക്കാൻ വേണ്ടി ഉമർ ഖത്താബിൻ്റെ കാലത്ത് ഒരു സംഭവം ഉണ്ടായി. ഉമർ ഖത്താബ് തവാഫ് ചെയ്യുന്ന സമയത്ത് കല്ലിനെ നോക്കിയിട്ട് പറഞ്ഞു, ഹജറുൽ അസ്വദിൻ്റെ നേരെ നോക്കി പറഞ്ഞു, ഇന്നക ഹജറുൻ, നീ ഒരു കല്ലാണ്, ലാ തദുറു വലാ തൻഫഅ, ഈ കല്ല് നിന്നെക്കൊണ്ടൊരു ഉപദ്രവമോ ഒരു ഉപകാരമോ ഇല്ല. അങ്ങനെ ആ സമയത്ത് കല്ലിന് ഒരു ഉപദ്രവമോ ചില മാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുഖബ്ബിലുക മാ ഖബ്ബൽതക എന്ന് പറഞ്ഞാൽ എൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ ചുംബിക്കുന്നത് കണ്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നില്ല. ബിംബാരാധന ഇല്ല. അങ്ങനെ ആ ഹാജിമാർ തൽബിയത്തും ചൊല്ലി ഇങ്ങനെ കറങ്ങി നിൽക്കുമ്പോൾ തൽബിയത്തിൽ തന്നെയുള്ള വ്യത്യാസം എന്താ? ജാഹിലിയ കാലത്തുള്ള തൽബിയത്തും ആ തൽബിയത്തും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മളിപ്പോൾ സാധാരണ ചെല്ലുന്ന തൽബിയത്തല്ല, ജാഹിലിയത്തിൽ ചെല്ലിയ തൽബിയത്ത് വ്യത്യാസമുണ്ട്. നമ്മൾ ചെല്ലുന്നത് എന്താ? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത വലകൽ മുൽക് ലാ ശരീക ലക. അർത്ഥം നിങ്ങൾക്കറിയാം, ഞാൻ അർത്ഥം പറയുന്നില്ല. അവിടുന്ന് അങ്ങോട്ട് മുശ്രിക്കുള്ള പിന്നെ ഇത് തൽബിയത്തിന് ചെറിയ വ്യത്യാസമുണ്ട്. അവരെന്താ പറയുന്നു? ഇല്ലാ ശരീകൻ ഹുവലക വമാ തംലികു ഇല്ലാ മാ മലക എന്നുകൂടി അവർ ചേർത്ത് പറഞ്ഞിരുന്നു. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ ആദ്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കല നിങ്ങൾക്ക് നല്ലത്. അപ്പോൾ അല്ലാഹുവേ, എനിക്കൊരു ശരീക്കുണ്ട്, ഒരു പങ്കുകാരനുണ്ട്. ആ പങ്കുകാരൻ എന്ന് പറയുന്നത് നീ കൊടുത്ത കഴിവ് മാത്രമേ അവർക്കുള്ളൂ, അല്ലാതെ ഒരു കഴിവും അവർക്കില്ല എന്ന രീതിയിൽ നമ്മൾ നാട്ടിൽ മഹാഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാരടങ്ങുന്ന 10,000-കണക്കിന് മദ്രസകളുടെ ഉടമയാണെന്നൊക്കെ പറയുന്നവർ ഇതാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത്, ജാഹിലിയത്തിലുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവരും അങ്ങനെ തന്നെ പറയുന്നത്. ഔലിയാക്കന്മാർക്ക് സ്വന്തം കഴിവുണ്ട് നമ്മൾ പറയുന്നില്ല, അതുകൊണ്ട് ഔലിയാക്കന്മാരെ നേരിട്ട് വിളിക്കുന്നതിലെ പ്രശ്നമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ജാഹിലിയ കാലത്ത് അബൂജാഹിലും ടീമും ഏത് ശിർക്കാണ് ചെയ്ത് ആ ശിർക്കാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അങ്ങനെ അവിടുന്ന് ഹാജി പോകുന്നു ഇടത്തേക്ക് സഫ മർവയിലേക്ക് പോകുന്ന ഹാജി സഫയിൽ നിന്ന് ഇപ്പുറം ഹജറുൽ അസ്വദിന് ചുറ്റുന്ന ഒരാൾ ആ തവാഫ് പൂർത്തിയാകുന്നത് തുടങ്ങുന്നത് മുതൽ അവസാനിക്കുമ്പോഴാണ്. എന്നാൽ സഫയിലത് വ്യത്യാസമുണ്ട്.
സഫയിലും മർവയിലും ഒരു സഫയിൽ നിന്ന് മർവയിലേക്ക് പോകുമ്പോൾ ഒരെണ്ണമായി. സഫയിൽ തുടങ്ങി മർവയിൽ അവസാനിപ്പിക്കുന്നതാണ് അവിടുത്തെ തവാഫിൻ്റെ രീതി. സഫ മർവയിൽ തവാഫ് ചെയ്യണമെന്ന് വന്നപ്പോൾ സഹാബാക്കൾക്കൊരു അഭിപ്രായ വ്യത്യാസം വന്നു. സഫ മർവയിൽ സഫയിൽ ഇസാഫ് എന്നും മർവയിൽ നായില എന്നും പറയുന്ന രണ്ട് വിഗ്രഹങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എന്തിനാണ് നമ്മൾ അവിടെ തവാഫ് ചെയ്യേണ്ടത് എന്ന് സംശയം പ്രകടിപ്പിച്ചപ്പോഴാണ് സൂറത്തുൽ ബഖറയിലെ 158 ആയത്ത് അല്ലാഹ് ഇറക്കിയത്. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമാ വമൻ തതവ്വഅ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം. സഫയും മർവയും അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽപ്പെട്ടാണ്. ഹജ്ജിന് വരുന്നവരാരെങ്കിലും അവിടെ തവാഫ് ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്ന് ആയത്തിറങ്ങിയതിന് ശേഷമാണ് ആ സംശയം തീർന്നതും സഹാബാക്കൾ അവിടെ തവാഫ് ചെയ്യാൻ പോയത്. അപ്പോൾ തവാഫ് ചെയ്യുന്ന പിന്നെ ഹജ്ജ് എന്താ ചെയ്യുക? സഫ കുന്നിൻ്റെ മുകളിൽ ഹജർ അൽ അസ്വദിനെ നേരെ തിരിഞ്ഞുകൊണ്ട് പറയേണ്ട വാചകങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്, ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ്, യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു വഅൻജസ വഅദഹു വനസറ അബ്ദഹു ഫഹസമൽ അഹ്സാബു വഹ്ദഹു എന്ന് ഹാജി പറയണം. അത് വലിയ സുന്നത്താണ്, പറഞ്ഞില്ലേ കുഴപ്പമൊന്നുമില്ല. ഹജർ അൽ അസ്വദിനെ നേരെ തിരിഞ്ഞ് കുറേ നേരം പ്രാർത്ഥിക്കാം. എന്താ പറയുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഅലാ കുല്ലി ഷൈഇൻ ഖദീർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു, അല്ലാഹു ഏകനാണ്. വഅൻജസ വഅദഹു, അവൻ്റെ വാക്ക് അവൻ നടപ്പിലാക്കി കഴിഞ്ഞു. വനസറ അബ്ദഹു, അവൻ്റെ അടിമയായ അള്ളാഹിൻ്റെ റസൂലിനെ അള്ളാഹു സഹായിച്ചു കഴിച്ചു. വഹസമൽ അഹ്സാബു വഹ്ദഹു, ഈ അഹ്സാബുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒറ്റക്ക് തന്നെ പരാജയപ്പെടുത്തി. അങ്ങനെ തുടങ്ങുന്ന ഹാജി 7 തവണ. അതിൻ്റെ നടുക്കറിയാൻ പോയവർക്കൊക്കെ അറിയാം, ഒരു പച്ചലൈറ്റ് കത്തുന്ന ഇടം എത്തുമ്പോൾ കുറച്ച് സ്പീഡ് കൂട്ടി നടക്കണം. സ്ത്രീകൾക്ക് അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഇതേ ആവർത്തി പറഞ്ഞ പ്രാർത്ഥനയും എല്ലാം മർവയിലും അങ്ങനെ 7 തവണ. ഇപ്പോൾ സഫയിൽ തുടങ്ങിയ പിന്നെ തവാഫ് അവസാനിക്കുന്നത് മർവയിലാണ്. അങ്ങനെ അവസാനിച്ച് ഹജ്ജിനോട് കൂടി ഇഹ്റാം ചെയ്യുകയാണെങ്കിൽ പിന്നെ അവിടെ മുടിവെട്ടേണ്ടത് വരുന്നില്ല, നേരെ അങ്ങ് പോവുക. മീനയിലേക്ക് പോകുന്നു. മീനയിലേക്ക് പോയ ഹാജിമാർ ദുൽഹജ്ജ് 8 അന്ന്, അതാ യൗമു തർവിയ എന്നാണ് അവിടെ പറയുക. അവിടെ എന്ത് ചെയ്യണം? ദുൽഹജ്ജ് 8 അന്ന് 5 നേരത്തെ നമസ്കാരം ഹാജിമാർ അവിടെ നിസ്കരിക്കണം. 5 നേരത്തെ നമസ്കാരം എന്ന് പറയുമ്പോൾ ദുഹറും അസ്റും മഗ്‌രിബും ഇശാക്ക് കസ്റും ജമാക്കിയിട്ടാണ് അവിടെ നിസ്കരിക്കുക. അവിടുന്ന് ദിക്റുകളും ദുആകളും ഒക്കെ നടത്തി ഹാജിമാർ അവിടെ 5 നേരത്തെ നമസ്കാരം ദുൽഹജ്ജ് 8 അന്ന് കൂടിയ ഹാജിമാർ ദുൽഹജ്ജ് 9 അന്ന് രാവിലെ അറഫയിലേക്ക് പോകുന്നത് സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ് അറഫയിലേക്ക് പോവുക. അങ്ങനെ ളുഹുർ നമസ്കാരവും അസ്ർ നമസ്കാരവും ജമ്മും കസറാക്കി അവിടെ നിസ്കരിക്കുമ്പോൾ അവിടെയുള്ള മസ്ജിദ് നമറയിലെ അവിടുത്തെ ഖുത്ബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദായിൽ ചെയ്ത ഖുത്ബയ്ക്ക് സമാനമായി അവിടുത്തെയുള്ള മുഫ്തി പണ്ഡിതൻ അവിടെ ഖുത്ബ നടത്തും. എന്താണ് അല്ലാഹുവിൻ്റെ റസൂൽ ഹജ്ജത്തുൽ വദായിൽ അവിടെ നടത്തിയ ഖുത്ബ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 9-ാം വർഷത്തിൽ ഹജ്ജിനായി വന്നു. അങ്ങനെ മീനയിൽ അറഫയിൽ പ്രസംഗത്തിനായി ഏറ്റുനിന്നു. പറഞ്ഞു, ജനങ്ങളോടായി പറഞ്ഞു, യാ മഅശറൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളെ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. അടുത്ത വർഷം നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞാൻ പറയുന്നത് മുഴുവനായി ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്ന ദിമാഅക്കും അംവാലക്കും, അതുപോലെ നിങ്ങളെ രക്തം, അതുപോലെ നിങ്ങളെ ധനം, അതുപോലെ നിങ്ങളെ അഭിമാനം, അതുപോലെ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണ്? ഹറാമുൻ അലൈക്കും, പവിത്രമാണ്. ഏതുപോലെ? വഫീ ഹുർമത്തി യൗമിക്കും ഹാദാ വഫീ ശഹരിക്കും ഹാദാ വഫീ ബലദിക്കും ഹാദാ. ഇന്നത്തെ ദിവസത്തിൻ്റെ പവിത്രത പോലെ, ഈ മാസത്തിൻ്റെ പവിത്രത പോലെ, ഈ നാട്ടിൻ്റെ പവിത്രത പോലെ, അതുപോലെ തന്നെ ജാഹിലിയത്തിലുള്ള സർവ്വ അനാചാരങ്ങളും ഞാൻ കാലിനടി ചവിട്ടി മതിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ജാഹിലിയത്തിൽ നിങ്ങളോട് ചെയ്ത കൊലപാതകങ്ങൾ അത് നിങ്ങൾ പകരം വീട്ടാൻ പാടില്ല. അതുപോലെ നിങ്ങൾ പലിശയിൽ മുങ്ങി ജീവിച്ചവരായിരുന്നു. ആ പലിശ ഇനത്തിലുള്ള എല്ലാ ഇനങ്ങളും ഞാൻ റദ്ദ് ചെയ്തിരിക്കുന്നു. എൻ്റെ പിതൃവ്യൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിൻ്റെ പലിശയാണ് ആദ്യം ഞാൻ ഇല്ലാതാക്കുന്നത്. അങ്ങനെയും പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്ത്രീകളോട് നിങ്ങൾ മാന്യമായി പെരുമാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായ കരാറാണ്, അമാനത്തായിട്ടാണ് സ്ത്രീകളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ വാക്യത്തിൻ്റെ അടിസ്ഥാനങ്ങളാണ് അവരുടെ ഗുഹ്യ ഭാഗങ്ങൾ, അതുപോലെ തന്നെ ലൈംഗിക ഭാഗങ്ങളും നിങ്ങൾക്ക് അള്ളാഹു അനുവദിക്കപ്പെട്ടത്. അതുപോലെ തന്നെ അവർക്കുള്ള ബാധ്യത, നിങ്ങൾ ഭക്ഷണവും വസ്ത്രവും നിങ്ങളുടെ ബാധ്യതയാകുന്നു.
നിങ്ങളുടെ വീട്ടിലെ റൂമിലെ വിരിപ്പിലോ മറ്റോ നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ പ്രവേശിപ്പിക്കാൻ സ്ത്രീകൾക്ക് പാടുള്ളതല്ല. ഇനി വല്ല സ്ത്രീയും അങ്ങനെ ചെയ്താൽ മുറിവ് വരാത്ത നിലക്ക് നിങ്ങൾ കടിക്കൽ അനുവദനീയമാകുന്നു. ഇതൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ ഇങ്ങനെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, അവസാനം പറഞ്ഞു, സമൂഹമേ, എനിക്ക് ശേഷം ഒരു നബിയോ നിങ്ങൾക്ക് വേഗം ഒരു സമൂഹമോ ഇവിടെ വരാനില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണത്താലും ശിർക്ക് ചെയ്യാതെ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ജീവിക്കുക. 5 നേരത്തെ നമസ്കാരം കൃത്യമായി നിർവഹിക്കുക. റമദാനിൽ കൃത്യമായ നോമ്പ് നിർവഹിക്കുക. സക്കാത്തിൻ്റെതായ കൃത്യമായ നടപടിക്രമങ്ങൾ നിങ്ങൾ സമ്പാദ്യത്തിന് നിശ്ചിത വിഹിതം പാവങ്ങൾക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ഹജ്ജിൻ്റെ സമയമായാൽ നിങ്ങൾ ഹജ്ജ് ചെയ്യുക. നിങ്ങളുടെ ഭരണാധികാരികളെ നിങ്ങൾ അനുസരിക്കുക. നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാം എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ അവിടുന്ന് പറഞ്ഞത്. ഇത്രയും പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളെ, നാളെ നിങ്ങൾ അള്ളാഹുവിൻ്റെ കോടതിയിൽ എന്നെക്കുറിച്ച് ചോദിച്ചാൽ എന്ത് മറുപടിയാണ് നിങ്ങൾ കൊടുക്കുക? യാ റസൂലല്ലാഹ്, നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തത്തോടെ നിർവഹിച്ചു കഴിഞ്ഞു എന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ സാക്ഷി നിൽക്കും. അങ്ങനെ ആകാശത്തേക്ക് കൈവിരൽ ചൂണ്ടിക്കെട്ടി പറഞ്ഞു, അല്ലാഹുമ്മ ഷഹദ്, അല്ലാഹുമ്മ ഷഹദ്, അല്ലാഹുമ്മ ഷഹദ്, നീ സാക്ഷിയാണ്. ഈ വാക്ക് കേട്ടപ്പോൾ എല്ലാവരും കരഞ്ഞുപോയി. ഖത്താബ് കരഞ്ഞുപോയി. സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ ആയത്തിറങ്ങി, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്നത്തെ ദിവസം ദീനിനെ ഞാൻ പൂർത്തിയാക്കി തന്നു, അതുപോലെ തൃപ്തിപ്പെട്ട് തന്നു എന്നും പറഞ്ഞ് അവിടെ പൂർത്തിയാക്കിയ ആയത്തിറങ്ങിയപ്പോൾ ജൂതന്മാരും ഉമർ ഖത്താബിനോട് ചോദിക്കുകയുണ്ടായി, ഇങ്ങനെ ഒരായത്തെങ്ങാൻ നമ്മളെ യൂത സമൂഹത്തിൽ ഇറങ്ങുമായിരുന്നെങ്കിൽ നമ്മളെന്നൊരു ആഘോഷ ദിവസമാക്കുമായിരുന്നു. അപ്പോൾ ഉമർ ഖത്താബ് പറഞ്ഞു, നമുക്ക് ആഘോഷമാക്കേണ്ട കാര്യമില്ല, എനിക്ക് കൃത്യമായിട്ടറിയാം. ദുൽഹജ്ജ് 9-ാം വർഷത്തിൽ അറഫയിൽ, അതുപോലെ ഹജ്ജുൽ അക്ബർ ദിനത്തിൽ ഒരു വെള്ളിയാഴ്ചയാണ് ഈ ആയത്തിറങ്ങിയെന്ന് ഉമറിന് കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് തന്നെ അന്ന് മുസ്ലിങ്ങൾക്ക് ഏറ്റവും വിശേഷപ്പെട്ട ദിവസം തന്നെയാണ്. നിങ്ങളെപ്പോലെ പ്രത്യേകം വിശേഷമാക്കേണ്ട കാര്യമില്ല. അങ്ങനെ അവിടുന്ന് കഴിഞ്ഞ ഹാജിമാർ, അത് അടുത്ത ഖുത്ബയും കഴിഞ്ഞ്, അതുപോലെ ളുഹറും അസ്റും ജമ്മും കസ്റാക്കി നിസ്കരിച്ച ഹാജിമാർ തിരിച്ച് വരുന്നത് മുസ്ദലിഫേക്ക്. അതാ ഖുർആൻ പറയുന്നത് സൂറത്തുൽ ബഖറയിലെ 109-ാമത്തെ ആയത്തിൽ പറഞ്ഞെന്താ, ഫഇദാ അഫൽതും മിൻ അറഫാതിൻ ഫദ്കുറുല്ലാഹ ഇൻദൽ മശ്അരിൽ ഹറാം. അങ്ങനെ അറഫയിൽ നിന്ന് നിങ്ങൾ വന്നാൽ മശ്അരിൽ ഹറാമിൽ വെച്ച് നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കണം. ഏതായി മശ്അരിൽ ഹറാം? മുസ്ദലിഫ എന്ന് പറയുന്ന ഖുസ് എന്ന് പറയുന്ന കുന്നിൻ്റെ അടുത്താണ്. അവിടുന്ന് ഹാജിമാർ മഗ്‌രിബിനോടുകൂടി തിരിച്ചെത്തും. മഗ്‌രിബിയും ഇശയും കസ്റും ജമ്മാക്കി മുസ്ദലിഫയിൽ വെച്ച് രാത്രി ഹാജിമാർ നമസ്കരിക്കുന്നു. ഹാജിമാർക്ക് ഏറ്റവും പ്രയാസകരമായ ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടാകുക. കാരണം ടെൻറ്റിലുള്ള വസ്ത്രങ്ങളോ ഒന്നും കയ്യിലുണ്ടാവില്ല, വെറും നിലത്ത് കിടക്കണം ഒരു രാത്രി. അങ്ങനെ മഗ്‌രിബും ഇശയും കസ്റും ജമ്മാക്കി നിൽക്കുന്ന ഹാജിമാർ ദിക്റുകളും തഹ്ലീലുകളും അതുപോലെ തന്നെ ആവശ്യമായ കല്ലുകൾ എന്ന് പറഞ്ഞാൽ 7 കല്ലുകൾ അവിടുന്ന് പുറക്കണം. ജംറത്തുൽ അഖബയിൽ എറിയേണ്ട കല്ലുകൾ അവിടുന്ന് പുറക്കണം. സ്വബീ നിസ്കാരം വരെ നിന്നവർ സ്വബീ നിസ്കാരത്തിന് ശേഷം അവിടുന്ന് പുറപ്പെടും. അങ്ങനെയാണ് അവർ ജംറത്തുൽ അഖബയിലേക്കാണ് വരേണ്ടത്. ജംറത്തുൽ അഖബയിലേക്ക് വരുന്ന ഹാജിമാർ, തൽബിയത്തും ചൊല്ലി വരുന്ന ഹാജിമാർ തക്ബീർ ചൊല്ലിക്കൊണ്ട് ഓരോ കല്ലും 7 കല്ല് ജംറത്തുൽ അഖബയിൽ എറിയുന്ന ഹാജിമാർ തിരിച്ചു വന്നു. അതോടൊപ്പം തന്നെ അവൻ്റെ ബലിയർപ്പിക്കലും മുടിയെടുക്കലോടുകൂടി ഹാജിമാരുടെ ഏകദേശം എല്ലാ കാര്യങ്ങളും പൂർത്തിയായി. സ്ത്രീകളുമായുള്ള ബന്ധമൊഴിച്ച് ബാക്കിയുള്ളതൊക്കെ പൂർത്തിയായി. അങ്ങനെ ഹാജിമാർ സ്ഥിരമായി ആ ഹജ്ജിൻ്റെ ഇഫാദത്ത്, അതായത് തവാഫിൻ്റെ 3 തവാഫാണ് അവർ ചെയ്യുക. ഒന്നാമത് ഹാജിമാർ വന്ന ഉടനെ ചുറ്റുന്ന ആ തവാഫുൽ ഖുദൂം. ഈ പെരുന്നാൾ ദിവസത്തിൽ ജംറത്തുൽ അഖബയിൽ കല്ലെറിഞ്ഞ് വന്നിട്ട് ഹജ്ജിന് തവാഫിന് പോകുന്ന തവാഫുൽ ഇഫാദ. തവാഫുൽ ഇഫാദയും ചെയ്ത് വരുന്ന ഹാജിമാർ പഴയതുപോലെ സാധാരണ വസ്ത്രം ധരിച്ച് പിന്നെ അവിടുന്ന് കൂട്ടുള്ള 3 ദിവസം കല്ലേറിൻ്റെ ദിവസമാണ്. ആ 3 ദിവസത്തിൽ നോമ്പ് നിൽക്കൽ ഹറാമാണ്. അയ്യാമു തശ്രീക്ക് അക്കൽ വശുർബ്, അതായത് തീറ്റയുടെയും കുടിയുടെയും ദിവസങ്ങളാണ്. അങ്ങനെ ആ ഹാജിമാർ തിരിച്ചു വരുന്നു. എന്നിട്ട് ഇപ്പോൾ പറഞ്ഞ നേരത്തെ മശ്അരിൽ ഹറാം എന്ന് പറഞ്ഞ പോലെ അള്ളാഹു പറയുന്ന ആയത്തുണ്ട്, സുമ്മ അഫീദു മിൻ ഹൈസു അഫാദന്നാസ് വസ്തഗ്ഫിറുല്ലാഹ്. ജംറത്തുൽ അഖബയിലേക്ക് പോകുന്ന ആൾ പറയും, നിങ്ങൾ ഒഴുകുന്ന ജനങ്ങളോടൊപ്പം ഒഴുകി നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണമെന്നുള്ളതാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 203-ാമത്തെ ആയത്തിലാണ് ആ വിഷയം പറയുന്നത്. തുടർന്നുള്ള ദിവസങ്ങൾ 11-നും 12-നും മീനയിൽ രാത്രി താമസിക്കൽ ഹാജിമാർക്ക് നിർബന്ധമാണ്. 11, 12 എന്ന് പറഞ്ഞാൽ ആ ദിവസത്തിനെ കുറിച്ച് ഖുർആൻ പറയുന്നത് എന്താ? സൂറത്തുൽ ബഖറയിൽ 203-ാമത്തെ ആയത്തിൽ
വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത് ഫമൻ തഅജ്ജല ഫീ യൗമൈനി ഫലാ ഇസ്മ അലൈഹി വമൻ തഅഖറ ഫലാ ഇസ്മ അലൈഹി ലിമൻ ഇത്തഖാ വത്തഖുല്ലാഹ വഅലമു അന്നകും ഇലൈഹി തുഹ്ശറൂൻ. അതായത് ഹാജിമാർ 11-നും 12-നും എറിഞ്ഞ് പെട്ടെന്ന് പോകാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതായത് വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്, എണ്ണപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അല്ലാഹുവിനെ സ്മരിക്കണം. ഫമൻ തഅജ്ജല ഫീ യൗമൈനി ഫലാ ഇസ്മ അലൈഹി, അതായത് 11-നും 12-നും കല്ലെറിഞ്ഞിട്ട് ആർക്കൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് പോകാം. പക്ഷേ അസ്തമിക്കുന്നതിന് മുമ്പ് മീനെ വിടണം. അതിന് സാധിക്കാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? വമൻ തഅഖറ ഫലാ ഇസ്മ അലൈഹി. ഇനി 13-ന് എറിഞ്ഞിട്ടാണ് ആൾ പോകുന്നതെങ്കിലോ ഒരു കുഴപ്പമില്ല. അവർക്ക് 13-ന് എറിഞ്ഞ് അവർക്ക് എന്ത് ചെയ്യുക? ഹജ്ജ് നിർവഹിച്ച് സുഖമായി വിടാം. പക്ഷേ 13-ന് ഹജ്ജ് നിർവഹിച്ച ഹാജിമാർ പിന്നെ ചെയ്യേണ്ടത് അവസാനമായി തവാഫുൽ വിദാ ആണ്. തവാഫുൽ വിദാൻ്റെ വിടവാങ്ങലിൻ്റെ തവാഫാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നാട് പോകണം. ആൾക്കാർ മക്കയിൽ നിന്ന് സ്ഥലം വിടണം. അത്യാവശ്യം ഒരാളെ കാത്തു നിൽക്കുന്നത് കൊണ്ടോ അതുപോലെ എന്തെങ്കിലും ചെറിയ അത്യാവശ്യ സാധനങ്ങൾ വാങ്ങണം എന്നുള്ള നിർബന്ധമുള്ളവരുണ്ടോ കേൾക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ ഹാജിമാർ അവിടെ ചെയ്യുന്ന കാര്യങ്ങളും നമ്മളിപ്പോൾ ഉദിയത്തിലൊക്കെ നമ്മൾ തയ്യാറെടുക്കുന്നുണ്ടല്ലേ? എല്ലാവരും ഉദിയത്തൊക്കെ എടുക്കാൻ നിൽക്കുന്നില്ല. എന്താ ഇതിലൊക്കെ പിന്നിൽ നിന്നറിയോ? ഈ ചെയ്യുന്ന കർമ്മളേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താ അറിയോ? ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഹുഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. അതായത് നിങ്ങൾ ഈ കറക്കുന്ന ഇപ്പോൾ നമ്മളിവിടെ ഹുദിയത്തർത്താലും അവിടെ ഹാജിമാർ ഹദിയർത്താലും ഒക്കെ തന്നെ ഇതിൻ്റെ ചോരയോ അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊന്നും അവിടേക്ക് എത്തുന്നില്ല. അതിൻ്റെ ഇറച്ചിയും ചോരയൊന്നും അല്ലാഹ്ക്ക് കിട്ടുന്നില്ല. പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിലുള്ള തഖ്വയാണ് പ്രശ്നം. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അതായത് ഹജ്ജ് കഴിഞ്ഞ് അത് മബ്റൂറായി ഹജ്ജ് മബ്റൂറായി തിരിച്ചു വരിക എന്നുള്ളത് വലിയ ഭാഗ്യം ശ്രദ്ധിച്ചവനെ സാധിക്കും. ഒരു കാരണവശാൽ ഹജ്ജ് ബാത്തിലായി പോകുന്ന പ്രവർത്തകർ അവർ മുഴുകാതെ ഹജ്ജ് കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉമ്മാൻ്റെ വയറ്റിൽ നിന്ന് വന്ന പോലെ കുഞ്ഞിനെ പോലെ ആയിരിക്കും. അത്രയും ഉഷാറാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിങ്ങളോട് പറയുന്നത്, ഹജ്ജിന് ഇതുവരെ 3 കാര്യങ്ങളും എല്ലാം സാധിപ്പുണ്ടായിട്ടും പല കാരണങ്ങൾ വെച്ച് അലസത കൊണ്ടും മടി കൊണ്ടും പോകാൻ തയ്യാറെടുക്കാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് അടുത്ത വർഷം ഹയാത്തോടെ ഞാൻ ബാക്കിയുണ്ടെങ്കിൽ ഞാൻ ഹജ്ജിന് പോകുന്ന മനസ്സുകൊണ്ടങ്ങ് നിയത്ത് വെച്ചേക്ക്. കാരണം നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ ജീവിതം എത്ര മുന്നോട്ട് പോകുക, എത്ര കാലമാണ് ഇവിടെ ജീവിക്കുക, ആർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ നിയത്തുകൾ മനസ്സിൽ വെക്കുക. എത്രയും പെട്ടെന്ന് അടുത്ത വർഷം ഹജ്ജിന് പോകാൻ തയ്യാറെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന് പോയവർക്ക് ഹജ്ജ് കർമ്മങ്ങൾ നന്നായി ചെയ്ത് യാതൊരു പ്രശ്നം പ്രയാസവും ബുദ്ധിമുട്ടും കൂടാതെ അല്ലാഹു തിരിച്ചെത്തുവാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ് സാദിഖീൻ. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം കൊണ്ടു നടക്കണം എന്നും അതോടൊപ്പം അവനോട് സ്വർഗത്തിനായി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടും അവൻ്റെ നരകത്തിൽ നിന്ന് എപ്പോഴും അഭയം തേടിക്കൊണ്ടും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവൻ നയിക്കണേ എന്ന് വീണ്ടും ഉണർത്തുകയാണ്. അപ്പോൾ ഹാജിമാരെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അറിയാലോ അല്ലേ? നമ്മുടെ ഹാജിമാർ അവിടെ കർമ്മങ്ങൾ ചെയ്യുന്നു. ഇപ്പം സാധാരണഗതിയിൽ മുമ്പൊക്കെ 2ാമത്തെ ദിവസം, അതായത് 12-ൻ്റെ അന്ന് ഈ ജംറയിൽ എറിയുന്നിടത്ത് അപകടങ്ങളും മരണങ്ങളും സംഭവിക്കാറുണ്ട്. ഇപ്പോഴും കുറച്ച് 2-3 വർഷമായിട്ട് അത് കാണുന്നില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓരോ തമ്പിൽ നിന്നും ഓരോ ഹാജിമാർ ഇറങ്ങി കയറുന്ന, ഇപ്പം 3-4 തട്ടിലേക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും. പണ്ട് 2 തട്ടേ ഉണ്ടായിട്ടുള്ളൂ, ഇപ്പം കൂടുതലായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വളരെ ദൂരെ നിന്ന് ഹാജിമാർക്ക് ആ സ്ഥലത്ത് നിന്ന് തന്നെ വരുന്ന റോഡ് നേരെ ഓരോ തട്ടിലേക്കാണ് പോവുക. അതുകൊണ്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ തിക്കും തിരക്കും അടിയും തല്ലും ബഹളവും മരണവും നടക്കുന്നില്ല. അത് വലിയൊരു അനുഗ്രഹമാണ്. സൗദി ഗവൺമെൻറ് അവിടെ ചെയ്തു വെക്കുന്ന കാര്യങ്ങളൊക്കെ വലിയ വിപുലമാണ്. എപ്പോഴും നമ്മൾ ആ നാട്ടിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. ആ നാട്ടിന് വേണ്ടി ആ ഭരണാധികാരികളും അവിടെ ചെയ്യുന്ന സേവനങ്ങൾ വലുതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറമൈൻ ഷരീഫൈൻ എല്ലാവർക്കും അല്ലാഹു അതിനുള്ള അനുഗ്രഹിക്കുമാറുണ്ട്. അതോടൊപ്പം നിങ്ങളോട് പറയാനുള്ളത് ഇപ്പോൾ അറഫ അല്ലേ, യൗമി അറഫ നോമ്പ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് അറഫ നോമ്പിനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മോട് പറഞ്ഞത് യഗ്ഫിറു ദുനൂബൽ സനത്തൽ മാദിയ വൽ ബാഖിയ, അതായത് കഴിഞ്ഞ വർഷത്തും വരുന്ന വർഷത്തും പിന്നെ പാപങ്ങളെല്ലാം പൊറുക്കും എന്നുള്ളതാണ്. ആ നോമ്പ് ഒരു കാരണവശാലും ഒഴിയാൻ ഇടവരുത്താൻ പാടില്ല. എല്ലാവരും ആ നോമ്പ് എടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാലോ, നമ്മളിപ്പോൾ ഈ പെരുന്നാളിലേക്കും ഹജ്ജിലേക്കൊക്കെ നീങ്ങുമ്പോൾ
ഗസയുടെയും അതുപോലെ ഫലസ്തീൻ്റെയും തെരുവുകളിൽ നടക്കുന്നത് നിങ്ങൾ നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്തുള്ള സർവ്വജനങ്ങളോടും അവൻ്റെ കൈപിടിക്കാനും അവനെ തടയാനും നടക്കുന്നതോടും ഒരു നിലക്കും ഒരു വിട്ടുവീഴ്ചയില്ലാതെ മുസ്ലിങ്ങളായ ചെറുപ്പക്കാരെയും അതുപോലെ പെണ്ണിനെയും ആണിനെയും പിഞ്ചു മക്കളെ പോലെ കൊന്നൊടുക്കുകയാണ്. എന്താണ് ഇതിൻ്റെ പരിധി നമുക്ക് അറിഞ്ഞുകൂടാ. അവർക്ക് വേണ്ടി രാത്രി കാലങ്ങളിൽ ദുആക്ക് ഉത്തരം കിട്ടുന്ന കണ്ണീര് വിറ്റിക്കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം തുടച്ച് നീക്കുമെന്നുള്ള വാശിയോടുകൂടി തന്നെയാണ് നീങ്ങുന്നത്. എല്ലാ ദിവസവും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് അവരവസ്ഥ നമുക്കൊന്നും പറയാൻ കഴിയില്ല. നമുക്കാണെങ്കിൽ ഈ മഴക്കും എന്ത് തന്നെ ആയാലും കയറി കിടക്കാനൊരു വീട്, കഴിക്കാൻ ഭക്ഷണം വീട്ടിലുണ്ട്, അത്യാവശ്യം പോകാൻ വരാനുള്ള വാഹനങ്ങളുടെ അവർക്ക് കഴിയുന്നില്ല. അവർ രാത്രി ഉറങ്ങുമ്പോൾ രാവിലെ ജീവിക്കുമെന്ന് ഉറപ്പില്ല, നമ്മളെ വീടുണ്ടാവുമെന്ന് ഉറപ്പില്ല, നമ്മുടെ ഉമ്മ ജീവിച്ചിരിക്കുമെന്ന് അറിയില്ല. നിങ്ങൾക്കറിയില്ല, ഇപ്പോൾ ഒരു ഡോക്ടറെ കൂടി 2-3 ദിവസം പത്രത്തിൽ വന്ന വാർത്ത, ഒരു ഡോക്ടറുടെ 9 മക്കളെയും കൊന്നുകളഞ്ഞു, ഒരു മോനാ ബാക്കി, ഒരു കുട്ടിയാ ബാക്കിയുള്ളതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം. അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണം സുഹൃത്തുക്കളെ. കാരണം അത്രമാത്രം ഈ ഭൂമിയിൽ ഇത്രമാത്രം കഷ്ടപ്പാട് അനുഭവിച്ച വേറെ സമൂഹമുണ്ടോ നമ്മൾ അന്വേഷിക്കണം. ഇത്ര മാസങ്ങളായി അവർ അനുഭവിക്കുന്നത്, ഇത്ര മാസങ്ങളായി. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു അവർക്ക് മനസ്സമാധാനം, സ്വസ്ഥതയും സന്തോഷവും അമ്നും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.